സക്സസ് ഫൈലിലേക്ക് സ്വാഗതം. പരീക്ഷയ്ക്ക് സ്ഥിരം ചോദ്യം വരാറുള്ള നിലവിൽ ഔദ്യോഗിക പദവികൾ വഹിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് നിതിൻ ജംദാർ ആണ്. ജസ്റ്റിസ് നിതിൻ ജംദാർ ആണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ജസ്റ്റിസ് നിതിൻ ജംദാർ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ്. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ് അല്ലെങ്കിൽ DY ചന്ദ്രചൂഡ് ആണ്. DY ചന്ദ്രചൂഡ്. ലോകസഭാ സ്പീക്കർ ആരാണ്? ലോകസഭാ സ്പീക്കർ ഓം ബിർളയാണ്. 18ാം ലോകസഭാ സ്പീക്കർ ആര് എന്ന് ചോദിക്കാം. ആരാണ്? ഓം ബിർള. കേരള നിയമസഭയുടെ സ്പീക്കർ ആരാണ്? കേരള നിയമസഭയുടെ സ്പീക്കർ AN ഷംസീർ ആണ്. AN ഷംസീർ ആണ് കേരള നിയമസഭയുടെ സ്പീക്കർ. നീതി ആയോഗിന്റെ ചെയർമാൻ നരേന്ദ്രമോദിയാണ്. നീതി ആയോഗ് ചെയർമാൻ ആരാണ്? നരേന്ദ്രമോദിയാണ് നീതി ആയോഗിന്റെ ചെയർമാൻ. കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ചെയർപേഴ്സൺ പിണറായി വിജയനാണ്. കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ചെയർപേഴ്സൺ ആരാണ്? പിണറായി വിജയൻ. ഇനി നീതി ആയോഗ് ഉപാധ്യക്ഷൻ ആരാണ്? നീതി ആയോഗിന്റെ ഉപാധ്യക്ഷൻ സുമൻ ബെറിയാണ്. സുമൻ ബെറിയാണ് നീതി ആയോഗ് ഉപാധ്യക്ഷൻ. സുമൻ ബെറി. ഇനി നീതി ആയോഗിന്റെ CEO ആരെ എന്ന് ചോദിക്കാറുണ്ട്. നീതി ആയോഗ് CEO BVR സുബ്രഹ്മണ്യമാണ്. BVR സുബ്രഹ്മണ്യമാണ് നീതി ആയോഗ് CEO. നീതി ആയോഗിന്റെ ചെയർമാൻ നരേന്ദ്രമോദിയാണ്. ഉപാധ്യക്ഷൻ സുമൻ ബെറിയാണ്. CEO BVR സുബ്രഹ്മണ്യമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറാണ്. ശ്രീ രാജീവ് കുമാറാണ് ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാൻ. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? A ഷാജഹാൻ. ഇന്ത്യയുടേത് രാജീവ് കുമാർ. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാൻ. കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർപേഴ്സൺ VK രാമചന്ദ്രൻ ആണ്. കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർപേഴ്സൺ ആരാണ്? VK രാമചന്ദ്രൻ. ചെയർപേഴ്സൺ പിണറായി വിജയനാണ്. പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർപേഴ്സൺ VK രാമചന്ദ്രൻ. ദേശീയ വിവരാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ദേശീയ വിവരാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ഹീരാലാൽ സമരയാണ്. ഹീരാലാൽ സമരയാണ് ദേശീയ വിവരാവകാശ കമ്മീഷൻ അധ്യക്ഷൻ. ഹീരാലാൽ സമരിയ. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അധ്യക്ഷൻ V ഹരി നായരാണ്. V ഹരി നായരാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അധ്യക്ഷൻ. V ഹരി നായർ. സംസ്ഥാന ആരോഗ്യ വനിതാ ശിശുക്ഷേമ മന്ത്രി വീണ ജോർജ് ആണ്. സംസ്ഥാന ആരോഗ്യ വനിതാ ശിശുക്ഷേമ മന്ത്രി ആരാണ്? വീണ ജോർജ്. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖ ശർമ്മ. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? രേഖ ശർമ്മയാണ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതി ദേവിയാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? P സതി ദേവി. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ പ്രീതി സുധാനാണ്. പ്രീതി സുധാനാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ. പ്രീതി സുധാൻ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ MR ബൈജു ആണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഡോക്ടർ MR ബൈജു ആണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ആരാണ്? പ്രീതി സുധാനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സൺ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സൺ ശ്രീമതി വിജയ ഭാരതി സയാനിയാണ്. ശ്രീമതി
വിജയ ഭാരതി സയാനിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സൺ. ശ്രീമതി വിജയ ഭാരതി സയാനി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ശ്രീ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. ശ്രീ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ. ശ്രീ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. നിലവിൽ ലോക്പാലിന്റെ അധ്യക്ഷൻ ആരാണ്? നിലവിൽ ലോക്പാലിന്റെ അധ്യക്ഷൻ അജയ് മാണിക് റാവു ഗാൽവിൽക്കർ ആണ്. അജയ് മാണിക് റാവു ഗാൽവിൽക്കർ ആണ് നിലവിൽ ലോക്പാലിന്റെ അധ്യക്ഷൻ. അജയ് മാണിക് റാവു ഗാൽവിൽക്കർ. കേരള ലോകായുക്ത ആരാണ്? കേരള ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽ കുമാർ ആണ് കേരള ലോകായുക്ത. ജസ്റ്റിസ് എൻ അനിൽ കുമാർ കേരള ലോകായുക്ത. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ശക്തികാന്ത ദാസ് ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസ്. ISRO ചെയർമാൻ എസ് സോമനാഥ് ആണ്. ISRO ചെയർമാൻ ആരാണ്? എസ് സോമനാഥ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ശ്രീ കിഷോർ മക്വാനയാണ്. ശ്രീ കിഷോർ മക്വാനയാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ശ്രീ അന്തർ സിംഗ് ആര്യയാണ്. ശ്രീ അന്തർ സിംഗ് ആര്യ. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ്? ശ്രീ കിഷോർ മക്വാന. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ശ്രീ അന്തർ സിംഗ് ആര്യ. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ അധ്യക്ഷൻ. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ അധ്യക്ഷൻ ഹൻസ്രാജ് ഗംഗാറാം അഹിർ ആണ്. ഹൻസ്രാജ് ഗംഗാറാം അഹിർ. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ അധ്യക്ഷൻ ഹൻസ്രാജ് ഗംഗാറാം അഹിർ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷൻ ഇക്ബാൽ സിംഗ് ലാൽപുര. ഇക്ബാൽ സിംഗ് ലാൽപുര. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ഇക്ബാൽ സിംഗ് ലാൽപുര. ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ പ്രിയങ്ക് കാനൂക്ക് ആണ്. പ്രിയങ്ക് കാനൂക്ക്. ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാനാണ് പ്രിയങ്ക് കാനൂക്ക്. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാറാണ്. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? KV മനോജ് കുമാർ. ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ പ്രിയങ്ക് കാനൂക്ക്. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ. ഇന്ത്യൻ സർക്കാരിൻ്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്ത നാഗേശ്വരനാണ്. വി അനന്ത നാഗേശ്വരനാണ് ഇന്ത്യൻ സർക്കാരിൻ്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ്. വി അനന്ത നാഗേശ്വരൻ. നബാർഡ് ചെയർമാൻ ഷാജി KV ആണ്. മിസ്റ്റർ ഷാജി KV നബാർഡ് ചെയർമാൻ. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. നബാർഡ് ചെയർമാൻ ആരാണ്? മിസ്റ്റർ ഷാജി KV. കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ആരാണ്? VD സതീശൻ. ഒപ്പോസിഷൻ ലീഡർ ഓഫ് കേരള ആരാണ്? VD സതീശൻ. ലോകസഭ പ്രതിപക്ഷ നേതാവ്. ലോകസഭ പ്രതിപക്ഷ നേതാവ് ആരാണ്? രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി. ലോകസഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കേരള ഗതാഗത വകുപ്പ് മന്ത്രി. കേരള ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറാണ്. KB ഗണേഷ് കുമാർ. കേരള കൃഷി വകുപ്പ് മന്ത്രി ആരാണ്? കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് ആണ്. P പ്രസാദ് കേരള കൃഷി വകുപ്പ് മന്ത്രി. കേരള ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യ മന്ത്രി സജി ചെറിയാൻ. കേരള ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യ മന്ത്രി ആരാണ്? സജി ചെറിയാനാണ്. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അല്ലെങ്കിൽ 16ാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗരിയാണ്. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ. ലോകസഭാ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ് ആണ്.
ഉത്പൽ കുമാർ സിംഗ്. ലോകസഭാ സെക്രട്ടറി ജനറൽ ആരാണ്? ഉത്പൽ കുമാർ സിംഗ് ആണ് ലോകസഭാ സെക്രട്ടറി ജനറൽ. രാജ്യസഭാ സെക്രട്ടറി ജനറൽ പ്രമോദ് ചന്ദ്രമോഡിയാണ്. പ്രമോദ് ചന്ദ്രമോഡിയാണ് രാജ്യസഭാ സെക്രട്ടറി ജനറൽ. പ്രമോദ് ചന്ദ്രമോഡി. നിലവിൽ കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പാണ്. കെ ഗോപാലകൃഷ്ണക്കുറുപ്പാണ് നിലവിൽ കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറൽ. കെ ഗോപാലകൃഷ്ണക്കുറുപ്പ്. നിലവിൽ കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? കെ ഗോപാലകൃഷ്ണക്കുറുപ്പ്. ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ. ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ്. തുഷാർ മേത്തയാണ് ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ. തുഷാർ മേത്ത. കേരളത്തിലെ ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ്? ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനാണ്. റോഷി അഗസ്റ്റിനാണ് കേരളത്തിലെ ജലവിഭവ വകുപ്പ് മന്ത്രി. റോഷി അഗസ്റ്റിൻ. DRDO ചെയർമാൻ സമീർ വി കാമത്താണ്. സമീർ വി കാമത്താണ് DRDO ചെയർമാൻ. സമീർ വി കാമത്ത്. ഇന്ത്യയുടെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഗിരീഷ് ചന്ദ്ര മുർമു ആണ്. ഗിരീഷ് ചന്ദ്ര മുർമു ആണ് ഇന്ത്യയുടെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഗിരീഷ് ചന്ദ്ര മുർമു. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാൻ ആണ്. ജനറൽ അനിൽ ചൗഹാൻ. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ്? ജനറൽ അനിൽ ചൗഹാൻ. ഇന്റലിജൻസ് ബ്യൂറോയുടെ ഡയറക്ടർ തപൻ കുമാർ ദേക്ക. തപൻ കുമാർ ദേക്കയാണ് ഇന്റലിജൻസ് ബ്യൂറോയുടെ ഡയറക്ടർ. തപൻ കുമാർ ദേക്ക. ദേശീയ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ ചെയർമാൻ ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവയാണ്. ദേശീയ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ ചെയർമാൻ ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ. ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ. കേരള ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ഷെയ്ഖ് ദർവേഷ് സാഹിബാണ്. ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് കേരള ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്, ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരാണ്? ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണിയാണ്. ആർ വെങ്കിട്ടരമണിയാണ് ഇന്ത്യയുടെ അറ്റോർണി ജനറൽ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.